പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധഭീതി ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് നീളുകയാണ്. അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ നൂലിൽ കെട്ടി നിൽക്കുന്നതിനിടയിൽ ഇറാനിൽ നിന്നുള്ള സുപ്രധാന പ്രതിനിധി ഇന്ത്യയിലേക്ക് വരികയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചിയാണ് ഈ ആഴ്ച ന്യൂഡൽഹിയിൽ എത്തുന്നത്. മെയ് 14-15 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ഈ സന്ദർശനം. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഈ നിർണായക യോഗത്തിനെത്തും. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനം ഉള്ളതുകൊണ്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പങ്കെടുക്കില്ല എന്നാണ് നിലവിലെ വിവരം. ചുരുക്കത്തിൽ ലോകത്തിലെ പ്രധാന ശക്തികളൊക്കെ ന്യൂഡൽഹിയിൽ ഒത്തുകൂടുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ഇസ്രയേലും അമേരിക്കയുമായി നടന്ന നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ്. ഹോർമുസ് കടലിടുക്കിൽ കരാർ ലംഘനങ്ങൾ നടക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടയിലാണ് അരഗാച്ചിയുടെ ഈ ഒരു ഇന്ത്യ സന്ദർശനം എന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സംഘർഷങ്ങൾ രൂക്ഷമായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത്. 2024 ബ്രിക്സിൽ പൂർണ്ണ അംഗത്വം നേടിയ ഇറാൻ ഈ കൂട്ടായ്മയിലൂടെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. ഇറാനുമായി ഇന്ത്യക്ക് കാലങ്ങളായുള്ള ഊർജ്ജ ബന്ധമുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അരഗാച്ചിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക എന്നതായിരിക്കും. കാരണം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗവും ഈ വഴിയാണ് വരുന്നത് നമുക്കറിയാം. മറുവശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനും അമേരിക്കയുമായുള്ള ചർച്ചകളിൽ സാമ്പത്തിക ബദലുകൾ കണ്ടെത്താനും ഇറാനും ഈ ഒരു സന്ദർശനം അനിവാര്യമാണ്. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ പിണക്കാതെ തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്ത്യ ഈ ഒരു ബ്രിക്സ് മീറ്റിനെ കാണുന്നത്. ഇറാൻ, UAE, ഈജിപ്റ്റ്, എത്യോപ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ നിലവിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ യോഗത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കാൻ കഴിഞ്ഞാൽ അത് ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ബ്രിക്സിനെ മാറ്റും. ഗ്ലോബൽ സൗത്ത് എന്നാൽ വികസ്വര രാജ്യങ്ങൾ. ഈ ഡൽഹി ചർച്ചകൾ വിജയിച്ചാൽ അത് 2026 നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് വലിയ ഊർജം പകരും. പരാജയപ്പെട്ടാൽ അത് കൂട്ടായ്മയിലെ വിള്ളലുകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യും. ഇന്ത്യയുടെ നയതന്ത്ര മികവിന്റെ മറ്റൊരു വലിയ പരീക്ഷണ വേദിയാകുകയാണ് വരും ദിവസങ്ങൾ. ന്യൂസ് ഡെസ്ക്.